സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് മാനസിക വിഭ്രാന്തി ബാധിച്ചവരെ പോലെയാണ് പെരുമാറുന്നത്. ആ സമയത്ത് ദേവികയ്ക്കും സിദ്ധാർത്ഥനും പ്രഭാവതിക്കൊക്കെ നല്ല സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയും ദേവികയൊക്കെ മാറി മാറി നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ നന്ദു എന്താ ഇങ്ങനെ കിടന്ന് കാണിക്കണേ, നന്ദുവിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊന്നും നന്ദൻ വ്യക്തമായിട്ടൊരു മറുപടിയും പറയണില്ല. ഇതേസമയം നമ്മളുടെ അരുന്ധതിയാണ് ഈ ഋഷിയെക്കുറിച്ച് ഒരു വിവരം അറിയാണ്ട് ഇങ്ങനെ വേവലാതി പിടിക്കുന്നുണ്ട്. ആ സമയം CP പറയുന്നുണ്ട്, എന്തായാലും ഋഷി മേഡത്തിൻ്റെ നിർബന്ധത്തിനല്ലേ ഇവിടുന്ന് പോയത്, അതുകൊണ്ട് തന്നെ ഋഷിക്കൊരു ദേഷ്യം ഉണ്ടാവും. അതായിരിക്കും ഋഷി വിളിക്കാതിരിക്കുന്നതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നതും. എന്തായാലും ഋഷിയുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് ഞാൻ ചോദിച്ചായിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഋഷി ദൂരത്തേക്ക് പോയി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വരുവുള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും അവൻ കൂട്ടുകാരെ ഒന്നും വിളിച്ചിട്ടില്ല. കൂട്ടുകാരോട് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറേ നാളത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, അമ്മയുടെ ആഗ്രഹപ്രകാരം ദൂരെ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന്. അതുകൊണ്ട് പിന്നെ പേരൊന്നും പേടിക്കാനില്ല മേഡം, അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ മേഡത്തെ തന്നെ വിളിച്ചോളൂ എന്ന്. ഇതേസമയം നമ്മളുടെ കെവിനാണെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ദേവികയും നന്ദനെയും കാണാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെയും ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ടിരുന്ന കെവിൻ പെട്ടെന്ന് തന്നെ ദേവിക MLA ആയെന്ന് അറിഞ്ഞതും ഇവരുടെ മുന്നിൽ വരും. അതുപോലെ നന്ദനോട് പുതിയ ബിസിനസ്സിൽ പങ്കാളിയാവണമെന്ന് പറയും. അതിന് പൈസ ഒന്നും മുടക്കണ്ടെന്നൊക്കെ പറയണത് എന്തോ ഒരു ട്രാപ്പ് തന്നെയാണ്. കാരണം ദേവിക MLA ആയതുകൊണ്ട് MLAയും കൊണ്ട് പല കാര്യങ്ങളും നടത്താൻ പറ്റുമെന്ന് കെവിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ നന്ദനെ കെവിൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറാക്കിയേക്കുന്നത്. അത് നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ലാന്ന് തന്നെയാണ് കെവിൻ്റെ ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ ദേവിക MLA ആയെന്ന് അറിഞ്ഞതും ഈ കെവിൻ നന്ദനെ ബിസിനസ്സിൽ ഫ്രീ ആയിട്ട് തന്നെ പാർട്ട്ണറാക്കില്ലല്ലോ. എന്തായാലും ദേവികയെ വെച്ച് എന്തൊക്കെയോ നേട്ടങ്ങൾ കൊയ്യാന്നുള്ളൊരു കണക്കൂട്ടലുണ്ടാവും. പിന്നെ നമ്മളുടെ ഋഷി മരിച്ചു എന്നൊക്കെ ഇവർക്ക് തോന്നണത് വെറുതെ തോന്നുന്നതായിരിക്കും. കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം ഋഷിക്ക് ഇങ്ങനെ ബോധമില്ലാണ്ടാവും, ഋഷി മരിച്ചതുപോലെ കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഋഷിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് പല പ്രാവശ്യം ഋഷി രക്ഷപ്പെട്ടിട്ടുണ്ട് മരണത്തിൽ നിന്ന്. അതുപോലെ ഇപ്പോഴും ഋഷി മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു നീണ്ട അബോധാവസ്ഥയിലേക്ക് ഋഷി പോയേക്കണായിരിക്കും. ഋഷിക്കാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു ശ്വാസം മുട്ടും അബോധാവസ്ഥയിലേക്ക് പോണ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് ഋഷി മരിച്ചു എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ വെപ്രാളത്തിൽ നിൽക്കുന്ന സമയത്ത് ദേവിക ചോദിക്കുമ്പോൾ ദേവികയോട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയം ദേവിക പറയുന്നുണ്ട്, നന്ദു എന്ത് ചതിയായി ചെയ്തത്, ഋഷിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം പോകാറുള്ളതാണ്, മരിച്ചു എന്നേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഋഷി ബോധം തെളിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്തായാലും ഋഷി മരിച്ചിട്ടുണ്ടാവില്ല, എത്രയും പെട്ടെന്ന് നന്ദു അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുന്നു. ആ സമയം നന്ദൻ വേഗം തന്നെ ഫോണെടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിനെ വിളിച്ചതും കെവിൻ ആ ഗുണ്ടകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ കുഴികുത്തി കുഴിച്ചിടണമെന്ന്. ആ സമയത്താണ് നമ്മളുടെ നന്ദൻ്റെ കോൾ വരുന്നത്. നന്ദൻ്റെ കോൾ വന്നതും കെവിൻ കോൾ എടുത്തിട്ട് എന്താ നന്ദാന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഋഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇവൻ മരിച്ചു കിടക്കാം, മരിച്ച ആളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ നമ്മൾ പെടൂലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഋഷി മരിച്ചിട്ടുണ്ടാവില്ല, ഋഷിക്ക് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായേക്കണത്. അന്നൊക്കെ ഋഷി രക്ഷപ്പെട്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ഋഷി ഇപ്പോൾ അബോധാവസ്ഥയിലാണ്, അവനക്ക് അങ്ങനെ ഉള്ളതാണ് ആ ഒരു അവസ്ഥ, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ സമയത്ത് നമ്മളുടെ കെവിനാണെങ്കിൽ മനഃപൂർവ്വം തന്നെ നന്ദനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഇവനെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നന്ദ, ഞങ്ങളിവനെ കുഴിച്ച് മൂടിക്കഴിഞ്ഞു എന്ന്. ആ സമയം നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കെവിനാണെങ്കിൽ ഗുണ്ടകളോട് പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ ഈ വിവരം ആരോടും പറയണ്ട, അവനെ കുഴിച്ചു മൂടിയെന്ന് തന്നെ പറഞ്ഞാൽ മതി, എന്തായാലും ഞാനൊരു ഡോക്ടറെ വിളിച്ച് ഇവനൊന്ന് നോക്കാൻ പറയാം. അങ്ങനെ കെവിൻ ഡോക്ടറെ വിളിച്ച് കൊണ്ടുവരുമ്പം ഡോക്ടർ ഈ ഋഷിയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ആൾ മരിച്ചിട്ടൊന്നുമില്ല, ജീവനുണ്ട്, ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള അസുഖം ഉള്ളതാണ്, അബോധാവസ്ഥയിലാണ്, ഇപ്പോൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇയാൾ അബോധാവസ്ഥയിൽ നിന്നും ഉണരും, പിന്നെ ഇയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. ഇത് കേട്ടതും കെവിനാണെങ്കിൽ നല്ല സമാധാനമാവുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കെവിൻ നന്ദനോട് ഋഷി മരിച്ചു എന്ന് തന്നെ പറയുന്നത് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ദേവിക MLA ആയതുകൊണ്ട് തന്നെ നന്ദൻ ചെയ്ത കൊലപാതകം മറച്ചു വയ്ക്കാൻ വേണ്ടി കെവിനാണ് എല്ലാ സപ്പോർട്ടും ചെയ്തതെന്ന് നന്ദനും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വെച്ച് നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ദേവികയും കൊണ്ട് MLAയുടെ അധികാരം ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാൽക്കുലേഷനൊക്കെ നമ്മളുടെ കെവിനുണ്ട്. അങ്ങനെയാണ് കെവിൻ ഈ ഋഷി മരിച്ചു കുഴിച്ചിട്ടു എന്നൊക്കെ പറയണത്. പക്ഷേ നമ്മളുടെ നന്ദനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവണില്ല. നന്ദനാണെങ്കിൽ കെവിൻ പറയണതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഇതങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല നന്ദുവിൻ്റെ കൈകൊണ്ട് ഒരാൾ മരണപ്പെട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ഋഷിയെ ഹോസ്പിറ്റലിലാക്കിയിരുന്നെങ്കിൽ ഋഷി രക്ഷപ്പെട്ടേനെ, എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് നന്ദു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. കെവിനൊക്കെ പറഞ്ഞാൽ വേണ്ട, അത് പ്രശ്നമാവുമെന്ന്. എന്തായാലും നന്ദു ചെയ്തത് വലിയ മണ്ടത്തരമായിപ്പോയി. ഋഷിക്ക് ഇങ്ങനെ അബോധാവസ്ഥയിൽ പോയാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പം അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും കെവിനൊക്കെ കൂടി അവനെ കുഴിച്ചിട്ടില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നന്ദു എന്നാലും ഇതുപോലൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ നന്ദു. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞതല്ലേ ഇതിൽ ഇടപെടരുതെന്ന്. അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് അമ്മ നന്ദുവിനെ ശക്തമായി തന്നെ എതിർത്തത്. എന്നിട്ടും നന്ദു എന്തിനാ ഋഷിയെ ഉപദ്രവിക്കാൻ പോയെന്ന്. അതായിട്ട് നമ്മളുടെ നന്ദനക്കാണെങ്കിൽ ആകെ വിഷമമായിട്ട് നന്ദനിരുന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചു, നമുക്കിത് അച്ഛനോടൊക്കെ പറയാമെന്നും പറഞ്ഞ് അങ്ങനെ ദേവിക സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം അവർക്കെല്ലാം സംഭവിച്ചതിൻ്റെ ആ ഗൗരവം മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അടി കൊടുത്ത് ബോധം പോയപ്പോൾ തന്നെ ഋഷി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയേനെ. ഞാൻ അതുകൊണ്ടാണ് നന്ദനോട് പറഞ്ഞത് ഇതിൽ നന്ദന ഇടപെടണ്ടെന്ന്. എന്നിട്ട് നന്ദന അനുസരിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഋഷിയുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ നാട് വിട്ടു പോവാന്നാ. അതുകൊണ്ട് ചിലപ്പോൾ സുഹൃത്തുക്കളൊന്നും ഋഷിയെ കണ്ടില്ലെങ്കിലും അന്വേഷിക്കില്ലായിരിക്കും. അതുപോലെ അരുന്ധതി മകൻ വേറെ ഏതോ രാജ്യത്താണെന്ന് വിചാരിച്ച് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് പോയിക്കോളും. പിന്നീട് ഋഷിയെക്കുറിച്ച് ഒരറിവും ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇപ്പം നീ എന്തായാലും സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങുന്ന എന്താണെന്നും പറഞ്ഞ് ദേവികയും പ്രഭാവതിയും എല്ലാവരും നന്ദനെ ഉറങ്ങാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ പേടിച്ചാണ് മേളിലോട്ട് കയറി പോകുന്നത്. മേളിലോട്ട് കയറി ചെല്ലുന്നതോറും ഋഷിയെ തല്ലിയ ആ ഒരു സീനും ഋഷി ബോധമില്ലാതെ വീണതൊക്കെയാണ് നന്ദൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ആകെ ഭയന്നിരിക്കുന്ന നന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.